പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു വ്യക്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെ ചെല്ലണമെന്ന് ദൈവം തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നീ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരനോട് ഏതെങ്കിലും തരത്തിൽ നിനക്ക് വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ശത്രുതയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓർക്കുന്നത് എവിടെ വെച്ചാണോ, ആ വരുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് നീ ഇത് ഓർക്കുന്നുണ്ടെങ്കിൽ ബലിവസ്തു ആ സ്ഥലത്ത് വെച്ചിട്ട് പോയി നിൻ്റെ സഹോദരനുമായി നീ രമ്യതപ്പെട്ടിട്ട് ബലിയർപ്പിക്കാൻ വരണം. ഇത് ദൈവം നമുക്ക് തിരുവചനത്തിലൂടെ പഠിപ്പിച്ചൊരു പാഠമാണ്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ ദൈവിക ജീവൻ വസിക്കില്ല. ഇത് തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. മാതാവിനെയോ പിതാവിനെയോ ശപിക്കുന്നവൻ്റെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിക്കും. ഇത് തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. മാതാപിതാക്കന്മാർക്കൊരു ദാസിദാസന്മാരായിട്ട് നീ ശുശ്രൂഷ ചെയ്യണം. ഇത് തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ദൈവവചനത്തിൽ കുറേ ബന്ധങ്ങളെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ജീവിതത്തിൽ അനുസരിക്കാനും വളർത്താനും. ഈ ബന്ധങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ വെട്ടി മാറ്റി വെച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു ബന്ധത്തെ നീ നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലാനുള്ള യോഗ്യതയില്ല. അഥവാ നീ അനുസരണക്കേട് കാണിച്ച് ദൈവസന്നിധിയിൽ ചെന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം കേൾക്കാത്ത ഒരു പ്രാർത്ഥനയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് നീ പറഞ്ഞുകൊണ്ട് നീ പ്രാർത്ഥിച്ചിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം തേടിക്കൊണ്ട് നീ അനേകം മനുഷ്യരുടെ മുമ്പിൽ പോയി, ബലമുള്ളവരുടെ മുൻപിൽ പോയി, ശക്തിയുള്ളവരുടെ മുന്നിൽ പോയി നിൻ്റെ പ്രശ്നങ്ങളെ നീ ഉന്നയിക്കുകയാണ്. എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കുന്നില്ല, മറ്റുള്ളവരെ എന്നെ അംഗീകരിക്കുന്നില്ല, ഇങ്ങനെയുള്ള കുറേ ഉത്തരങ്ങളുമായിട്ട് ചോദ്യങ്ങളുമായിട്ട് നീ ഓരോ പ്രാർത്ഥന ശക്തിയുള്ളവരുടെ മുമ്പിൽ കൂടെയും ചെല്ലും. അവർ നിനക്ക് എന്തെങ്കിലുമൊക്കെ തന്നുവിടും. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും തന്നുവിടുക. ഇതും കേട്ട് സ്വപ്നം കണ്ട് നീ ഇങ്ങനെ നടക്കും. ഈ നടക്കില്ലാത്ത സ്വപ്നവും താങ്ങിപ്പിടിച്ച് നമ്മൾ നടക്കുന്നതിനൊക്കെ നല്ലത് നടക്കുന്ന സ്വപ്നത്തെ കാണുക. ദൈവം തന്നിരിക്കുന്ന വാക്കുകൾ ജീവിതത്തിലേക്ക് പകർത്തിയെടുത്തിട്ട് അതിനെ ഒന്ന് അനുസരിച്ചിട്ട് ദൈവത്തിനു മുമ്പിലേക്ക് ചെന്നിട്ട് നിനക്ക് ആവശ്യമുള്ളത് ചോദിക്കുക. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ വെട്ടമുണ്ടാകും. നീ ചോദിച്ചത് നിനക്ക് ലഭിക്കും. നിൻ്റെ പ്രശ്നങ്ങൾ മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.